നിങ്ങൾക്ക് പാചകം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ മേമ? ആ സീതെ, ആരേത് ജോലിയിലാണോ എക്സ്പേർട്ട് ആയിരിക്കുന്നത് അവർക്ക് ആ ജോലി ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ഈ ബിസിനസ് ആണെങ്കിലും ഓഫീസിലെ ജോലി ആണെങ്കിലും അത്ര വശം പോരാ. നീ പക്ഷേ ഓഫീസിലെ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യും, വീട്ടിലെ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് ചേച്ചിക്ക് നീ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാ. സീതയെ ബുദ്ധിമുട്ടിക്കരുത്, അവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത്, എല്ലാം നീ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. മേമ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പാചകം ചെയ്യുന്നുണ്ടെന്ന് കരുതി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു എന്നല്ല. നീ പോയേ സീതെ, നീ വെറുതെ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ. മേമ, എനിക്ക് നിങ്ങളുടെ കൂടെ പാചകം ചെയ്യുന്നത് എത്രമാത്രം ഇഷ്ടാന്നറിയോ? ഇത്രയും ദിവസം ആരും ഉണ്ടായിരുന്നില്ല കൂടെ, ഇപ്പൊ നിങ്ങളുണ്ടല്ലോ. സി പറയുന്നത് പോലെ നിങ്ങൾ ശരിക്കും ക്യൂട്ടാ. നിങ്ങൾ പാചകം ചെയ്യുന്ന രീതി, സംസാരിക്കുന്ന ശൈലി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. സത്യമാണോ സീതെ? സത്യോ മേമ, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? താങ്ക് യു സീതെ. സീതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇടുന്ന ബ്ലൗസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. വളരെ ട്രെൻഡി ആയിട്ട് ഡിസൈൻ ചെയ്താ നീ ഇടുന്നത്. താങ്ക് യു മേമ. ആക്ച്വലി എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസുകൾ ഭയങ്കര ഇഷ്ടാ. പക്ഷെ ഭാർഗവി മേമയ്ക്ക് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് റെഡി ആവണമെന്നല്ലേ, അതുകൊണ്ട് കുറച്ച് ഡിസൈനർ ബ്ലൗസ് വാങ്ങിയേ ഉള്ളൂ. നിങ്ങൾക്കും എടുക്കാലോ. എനിക്കതൊക്കെ ഇഷ്ടമാ, ധരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ദിവസം മുഴുവൻ എങ്ങനെയാ സീതെ അതൊക്കെ ഇട്ട് ഇവിടെ നിക്കാൻ പറ്റുന്നേ? ചേച്ചി കണ്ടിട്ടില്ലേ ഫുൾ സ്ലീവ്സ്? അതാണ് ചേച്ചിയുടെ സ്റ്റൈല്. വാണി ചേച്ചിയും സെയിം ഇതുപോലത്തെ ബ്ലൗസ് ആയിരുന്നു ഇടുന്നത് അത്രേ. ഭാഗ്യം. എനിക്ക് എന്തായാലും അതൊന്നും ഇട്ട് ശീലമില്ല. എനിക്ക് വേറെ വേറെ സൈസ് ഡ്രസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാ. അതിലാണെങ്കിൽ ജീൻസും പാന്റും ടോപ്പും ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാ. ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ എന്തൊക്കെ തരം ഡ്രസ്സുകളാ ഉള്ളത്. അവരതൊക്കെ ഇടുന്നത് തന്നെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ധരിച്ചൂടെ മേമ? അയ്യോ, അത് വേണ്ട. നിനക്കതൊക്കെ നല്ല ഭംഗിയായിരിക്കും. നീ അതിട്ടാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. നീ ഇപ്പൊ ഈ വീട്ടിലെ കൊച്ചുമോൾക്ക് തുല്യവാ. ഞാൻ മരുമോളാ. മരുമക്കൾ ഇങ്ങനെ നിക്കുന്നതാ ഭംഗി. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ഇട്ടൂടെ? ഈ വീട്ടിലുള്ള ആരും ഒന്നും പറയില്ലെന്നാ തോന്നേ. അതങ്ങനെ അല്ല സീതേ, നിനക്കറിയില്ല. നീ നല്ല ബുദ്ധിയുള്ളവളാ, നല്ല മിടുക്കിയോ. ഞാനാണെങ്കിൽ കുറച്ച് പൊട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ ആരും എന്റെ മുമ്പിൽ വന്ന് സത്യം പറയാൻ ഒട്ടും ആലോചിക്കാറില്ല. മേമ, എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു തരാനുള്ള ധൈര്യം ഇല്ല സീത എനിക്ക്. ഉള്ള ധൈര്യം കാണിച്ച് ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. സിഹി ഈ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ബോർഡിംഗ് സ്കൂളിലാണെങ്കിൽ സമാധാനം. സീതേ, എന്തിനാ മേമ ഇങ്ങനെ പറയുന്നത്? എന്താ അവര് പറഞ്ഞതിന്റെ അർത്ഥം? സീത ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോടാ. സീത പറഞ്ഞില്ലെങ്കിൽ എന്താ? ചോദിക്കുന്നതേ ഞങ്ങളാ. ഇങ്ങോട്ട് എടുക്ക. ഇന്നലെ ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം കീ നിങ്ങളുടെ അടുത്താ ഉള്ളതെന്ന്. വേഗം എടുത്ത് തന്നെ. സീത പറയാതെ കീ എങ്ങനെയാ മോളെ തരുന്നേ? പക്ഷെ വീട് ചോദിച്ച ആൾക്കാർ വന്നോണ്ടിരിക്കല്ലേ, അവരെ പറഞ്ഞു വിടണമെന്നാണോ? പേപ്പറിൽ പരസ്യം കണ്ടു തന്നെയല്ലേ അവരൊക്കെ വരുന്നത്. നിങ്ങൾ താക്കോൽ എടുത്ത് തന്നാ ഞങ്ങൾ തുറന്ന് അകത്ത് കയറി നിൽക്കാം. വീടിന്റെ ഉടമയില്ല, ഞങ്ങൾ കാണിച്ചു തരില്ല എന്ന് ഞങ്ങൾ പറഞ്ഞോളാം. താക്കോല് താ ഇങ്ങോട്ട്. അല്ല, എന്റെ അനിയത്തിയുടെ വീടിന്റെ ചാവി എടുത്തു തരാൻ നിങ്ങൾ ഇത്രയ്ക്ക് ഗഹനമായിട്ട് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ആ ശരി, എടുത്തു തരാം. ഈ കിളവനും കിളവി ഇച്ചിരി ഓവറാവുന്നില്ലേ ചേട്ടാ? ആന്നേ. ശാന്തേ, അവർക്ക് കീ കൊടുക്കാൻ പോവുകയാണോ? ഇല്ല ഏട്ടാ, എനിക്കേ അവർക്ക് കീ കൊടുക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അവർക്കേ ഈ വീടിനോടൊരു കണ്ണുണ്ട്, മനസ്സിലായോ? പേപ്പറിൽ പരസ്യം വന്നതിലും ഇവരുടെ നല്ല പങ്കുണ്ടെന്നാണ് എന്റെ സംശയം. സീത പരസ്യം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും പരസ്യം കൊടുക്കുക? ഞാൻ സീത പറയാതെ ഇവർക്ക് വീടിന്റെ കീ കൊടുക്കില്ല. ഇന്നലെ ഈ കളി തന്നെ ആയിരുന്നു. ഭയങ്കര കുരുട്ടുബുദ്ധികളെ രണ്ടും. മുതുക്കലും മുതുക്കയും കൊള്ളാമല്ലോ. താക്കോല് കൊണ്ടുവരാൻ തോന്നുന്നുണ്ട്. ഉറപ്പല്ലേ? തന്നെ. ഇല്ല മോളെ, അത് വീട്ടിലില്ല. ഇപ്പോഴല്ലേ ഉണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോയത്. അയ്യോ, സീതയ്ക്ക് അത് കൊടുത്തെന്നാ തോന്നുന്നത്. വീട് മുഴുവൻ തെരഞ്ഞു, എങ്ങും കാണുന്നില്ല. ആ, നിങ്ങളൊരു കാര്യം ചെയ്യ, അവിടെ വീട്ടിലിരുന്നോ. വീട് കാണാൻ വരുന്നവരില്ലേ, അവരോടെല്ലാം വീട് വിൽപ്പനിക്കില്ല എന്ന് പറഞ്ഞോ.
അപ്പൊ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ആശയം കൊള്ളാം മാമ. ഇവിടെ വീടുണ്ടായിരുന്നിട്ട് വാങ്ങാൻ വരുന്നവരോട് ഇവിടെ വീടില്ല ഇവിടെ വീടില്ല എന്ന് ഞങ്ങൾ പറയണോ അല്ലേ? ഓഹോ, ചെല്ല്, നിങ്ങൾ ചെല്ല്. വീടിനകത്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. ഞങ്ങൾ ഇവിടെ ഈ വരാന്തയിൽ നിന്നിട്ട് വീട് കാണാൻ വരുന്നവരോട് ഇവിടെ ആരുമില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞോളാം. മതിയല്ലോ? ആ പോ, മര്യാദക്ക് പോക്കോ. നിങ്ങൾ എന്തോ ഈ കാണിച്ചേ? മര്യാദക്ക് നിന്നായിരുന്നെങ്കിൽ കോഫി എങ്കിലും കിട്ടിയേനെ. ഇത് ഇങ്ങനെ ഒരു ജന്മം. നീ എന്താ ഇവിടെ കോഫിയും കുടിച്ചോണ്ടിരുന്ന് പട്ടം പറപ്പിക്കാൻ വേണ്ടി വന്നാണോ? രണ്ടും വലിയ കില്ലാടികൾ തന്നെ. എനിക്ക് വീടിന്റെ കീ തരില്ലെന്ന് പറഞ്ഞേക്കുന്നു. ഇവർക്ക് ശംഖിന്ന് വരുന്നത് മാത്രമാ തീർത്ഥം. വീടിന്റെ ഉടമസ്ഥ സീത പറഞ്ഞാലേ കീ തരൂ. അങ്ങനെ നോക്കിയാ ഇപ്പോഴേ ഈ വീടിന്റെ ഉടമ ഞാനാ. ഇപ്പൊ സീതയ്ക്ക് ഇത് അമ്മ വീടാ അല്ലേ? വീടിന്റെ ഉടമയ്ക്ക് ചാവി തരില്ല എന്നാ പറഞ്ഞത്. ഉടമ കീ ഉടയ്ക്കാം. നിങ്ങൾ എന്താ ബോധമില്ലാതെ ഓരോന്ന് സംസാരിക്കുന്നേ? അയ്യോ എന്റെ മരക്കഴുതേ, വീടിനകത്ത് കയറാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എന്താ? ഭഗവാൻ, ഇനി എത്ര നേരം ഇരിക്കേണ്ടി വരും? വേഗം ഒന്ന് പോയി തരാമോ? നോക്കു ബാബുജി, നടന്നതെല്ലാം മറന്നേക്ക്. നിനക്ക് വേണ്ടി ഒരു നല്ല മനസ്സ് എവിടെയോ കാത്തിരിപ്പുണ്ട്. റാമും സീതയും ഞാനും നിന്റെ ചേച്ചിയൊക്കെ കല്യാണം കഴിച്ച പോലെ നിനക്ക് വേണ്ടിയിട്ട് ഒരാൾ എവിടെയെങ്കിലും കാത്തിരിപ്പുണ്ടാവും. അത്രയും കാലം നിനക്കുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തണ്ട. എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തകളും ഇല്ല ഏട്ടാ. ഞാനിങ്ങോട്ട് വന്നത് ഗുരുവിനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. ഇങ്ങോട്ട് എത്തിയപ്പോ കുറച്ച് പേഷ്യൻസിനെ അസൈൻ ചെയ്ത് തന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നു എന്ന് മാത്രം. പക്ഷെ ഇപ്പോ നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. ഇപ്പോഴോ? യെസ്. ഇല്ലേട്ടാ, ഇപ്പൊ കഴിയില്ല. ഞാൻ വീക്കെൻഡിൽ വന്ന് പോയിക്കോളാം. നീ വീട്ടിലേക്ക് വന്ന് 2 ദിവസം അവിടെ നിന്നിട്ട് പോണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ കൂടെ അവിടെ വന്ന് നീ നിൽക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പാപ്പച്ചി, നീ കൂടെ ഉണ്ടെങ്കിൽ പ്രിയ സന്തോഷമായിട്ടിരിക്കും. അവൾക്കിപ്പോൾ കുഞ്ഞിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഹേർട്ട് ആവും. അവളെ ഞാൻ എത്ര സന്തോഷമായിട്ടിരിക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോലും ആ വിഷമം അവളെ വിട്ട് പോയിട്ടില്ല. നീ കൂടെ നിന്ന അവൾ അതിനിങ്ങനെയൊക്കെ ചോദിക്കണോ? താങ്ക്സ്. ബാഗെല്ലാം എടുത്തിട്ട് വാ. കുറച്ച് പേഷ്യൻസിന്റെ ഹെൽത്ത് റിപ്പോർട്ട്സ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യാനുണ്ട്. ഒരു 10-15 മിനിറ്റ് അത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ വരാം. ശരി. എന്താണ് അശോക് അനീതിയുടെ അവസ്ഥ? ഇന്ന് അവള് നമ്മുടെ കൂടെ വീട്ടിലേക്ക് വരൂ? വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനലി ഏട്ടനും പെങ്ങളും പാച്ചപ്പായല്ലോ. പാർട്ടി ഫോർ ഷുവർ. ഓ ഗോഡ്, ഫൈനലി ഇറങ്ങുന്നുണ്ട്. ഇന്ന് എന്റെ മകൾ എന്തൊക്കെ ചെയ്തു? ഹൗ വാസ് യുവർ ഡേ ബേബി? സൂപ്പർ ആയിരുന്നു അച്ഛാ. ഇന്ന് നിങ്ങളുടെ മോള് ബിസി ആയിരുന്നു. ഓ, അതെന്തിനാ? ഇന്ന് ഞാൻ വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രോയിങ്സ് വരച്ചു കൊടുത്തു. ഓ, അതെന്ത് ഡ്രോയിങ്? മിസ് യു എന്ന് പറഞ്ഞ്. എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ബോഡി സ്കൂളിൽ പോകാൻ വേണ്ടി നീ എന്തിനാ ഓക്കെ എന്ന് പറഞ്ഞത്? ഇപ്പോഴും സമയമുണ്ട്. നിനക്ക് ഇവിടെ തന്നെ നിന്നൂടെ മോളെ? നീ ഓക്കെ പറഞ്ഞാ അഡ്മിഷൻ ഞാൻ ക്യാൻസൽ ചെയ്തോളാം. അയ്യോ വേണ്ട അച്ഛാ, എനിക്ക് അതേ സ്കൂളിൽ പഠിക്കണം. ഞാൻ പോയിക്കോളാം. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഞാൻ എല്ലാവർക്കും ഡ്രോയിങ് കൊടുത്തില്ലേ?
എനിക്ക് സത്യ അങ്കിൾക്കും ഡ്രോയിങ് കൊടുക്കണം. അവരെ ഞാൻ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? അവർക്ക് എന്നെയും ഒരുപാട് ഇഷ്ടമല്ലേ. ഞാൻ വന്നപ്പോ തൊട്ട് അവരെ കാണാനില്ലല്ലോ. അതെന്തുകൊണ്ടാ? അങ്കിൾ ഒരു ജോലിക്കാരത്തിന് പുറത്തു പോയതാ മോളെ. വന്നോളൂ. ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് സത്യ അങ്കിളിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? ക്യൂട്ടേച്ചിയുടെ ബർത്ത്ഡേ ഒക്കെ വരുന്നതല്ലേ. സത്യ അങ്കിൾ വന്നാ ക്യൂട്ടേച്ചി ഹാപ്പി ആയിരിക്കില്ലേ അച്ഛാ? കറക്റ്റ് ആണല്ലോ അത്. സാധനമേമ്മയുടെ ബർത്ത്ഡേ ആണല്ലേ. ഞാൻ ആ കാര്യം മറന്നുപോയി. നീ എന്തായാലും പറഞ്ഞത് നന്നായി. സത്യം ചെറിയച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? എന്താ രണ്ടാളും കൂടെ വലിയ രഹസ്യം പറയാണെന്ന് തോന്നല്ലോ. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ആണോ? എന്താ സിദ്ധമാത്? എന്താ സീതമാത്? ഞങ്ങളോട് പറ. എന്താ പറ? അതെ, പൊട്ടിക്കട്ടെ? പൊട്ടിക്കാം. അതെ, ആരെങ്കിലും കണ്ട് സീതയോട് പറഞ്ഞു കൊടുത്താൽ അത് വലിയ കുഴപ്പമാവും. പിന്നെ ആ രുദ്രപ്രതാപ് വരെ ഇത് വലിയ ചതിയാണെന്നേ പറയൂ. ഏയ് എന്റെ വിവരമില്ലാത്തവളെ, നീ എന്താ ഈ കള്ളന്മാരെ പോലെ സംസാരിക്കുന്നേ? നമ്മൾ ഈ വീടിന്റെ ഓണേഴ്സാ. നമ്മുടെ വീടിന്റെ താക്കോൽ എവിടെയോ കളഞ്ഞു പോയി. അതുകൊണ്ട് ഈ പൂട്ട് നമ്മള് പൊട്ടിക്കും. ആര് ചോദിച്ചാലും നമുക്ക് നെഞ്ചു മിരിച്ച് പറയാൻ പറ്റും. ഓക്കെ, തകർത്തേക്കാം. കുറെ നേരമായാലും ഉടക്കട്ടെ ഉടക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് കള. ഇത് കണ്ടോ? ഇത് എന്തിനുള്ളതാന്ന് പറ. ഇത് ചെവിയിലിട്ട് ധരിക്കാനുള്ള ഹെയർ പിൻ അല്ലേ? കഷ്ടം തന്നെ. അങ്ങോട്ട് മാറ്. ഇത് ലോക്ക് പൊളിക്കാൻ ഉപയോഗിക്കാം. പിടിക്ക്, അങ്ങോട്ട് മാറ്. അല്ല, ഇതൊക്കെ നീ എവിടുന്നടി പഠിച്ചേ? തുറന്നോ? ഇതൊക്കെ സിനിമയിലെ നടക്കൂ, റിയൽ ലൈഫിൽ നടക്കില്ല. ഓ, മിണ്ടാതിരിക്ക്. വെറുതെ ചിരിച്ച് ആളെ കൂട്ടണ്ട. ഒന്ന് സമാധാനിക്ക്. തുറന്നോ? അതും കൊള്ളാലോ. ഏതെങ്കിലും കള്ളന്മാര് വന്നാ നിന്നെ ഞാൻ അവരുടെ കൂടെ പറഞ്ഞയക്കട്ടെ. എന്ത് പറയുന്നു? ആ, വേണമെങ്കിൽ കൊലയും ചെയ്യും. അത് നീ എന്റെ മുമ്പിൽ വെച്ച് ചെയ്യണ്ട. എനിക്ക് പേടിയാ. ഏട്ടാ, ഒന്ന് വേഗം തരാൻ നോക്ക്. എന്താ തരേണ്ടേ? ഹോസ്പിറ്റലിന്റെ പേപ്പർ. ശരി ശരി, നീയേ ഈ ഭാഗത്ത് നോക്ക്, ഞാൻ ആ ഭാഗത്തൊന്ന് നോക്കാം. ആ. കിട്ടി. നോക്ക്, ഇതാ. ലക്ഷ്മി മാറ്റ്നി സെന്ററോ? കഴുതേ, മെറ്റേണിറ്റി സെന്റർ എന്നാ. നോക്കി വായിക്ക്. ഓ, സി അവിടാണോ ജനിച്ചത്? ആ ശരി, ഇതൊരു ഫോട്ടോ എടുത്ത് അയാൾക്ക് അയച്ചു കൊടുക്കാം. ശരി ശരി, ഒന്ന് വേഗം വാ വാ വാ. എവിടെ എടുക്ക്. ഇനി അയച്ചു കൊടുക്കട്ടെ. അയച്ചു കൊടുക്ക്. ഞാനിത് അവിടെ തന്നെ വെക്കട്ടെ. ഇനി സൈലന്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. പൂട്ട് അത് പുറത്തല്ലേടി പോത്തേ. ഷൂ. സോ അങ്ങനെ വന്നതാ. സോറി മാഡം, ഇവിടെ ഫോട്ടോയും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ പരസ്യങ്ങളുടെ ആവശ്യവുമില്ല. ഞങ്ങളിത് ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്നതാ, പേരിന് വേണ്ടിയല്ല. സോറി. ഗുഡ്. എല്ലാവരും ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കാറ്. അങ്ങനത്തെ കാലത്ത് നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടെന്ന് പറയുന്നു. ഒരുപാട് സന്തോഷായി. ആക്ച്വലി പറയുവാണെങ്കിൽ ഞാനൊരു ലെറ്റർ കാരണം ഇവിടേക്ക് വരേണ്ടി വന്നത്. അഡ്രസ് ഇത് തന്നെയല്ലേ? ഈ കത്ത് എഴുതിയ ആളെ എനിക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? മാഡം, ഈ കത്തെഴുതിയത് ഏതൊരു സീതയാണ്. സീത ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരുന്നേ പറയാമായിരുന്നു. ഇത് പേഴ്സണൽ കാര്യമാണ്.
ഡോക്ടർ അനന്തലക്ഷ്മി ഇവിടെ നിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നെ ഒന്ന് വിളിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഭാഗ്യം, മലയാളത്തിൽ എഴുതിയത് കറക്റ്റ് വായിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുമായിരുന്നു. ഇപ്പൊ അതിൽ എന്താ ഉള്ളേന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. മാഡം, ആ ആ, ആ അതെ അതെ, ഈ അനന്തലക്ഷ്മി ഡോക്ടറെ നിങ്ങൾക്കറിയോ? അറിയാം മാഡം. അവർ ഫേമസ് ഗൈനോക്കോളജിസ്റ്റ് ആണ്. അവർക്ക് ഈ ആശ്രമവുമായിട്ട് നല്ല ബന്ധമാണ്. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഓ, താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാ ഡോക്ടർ അനന്തലക്ഷ്മി പറഞ്ഞതുകൊണ്ടാ സീത ഇവിടേക്ക് വന്നതെന്ന് സാരം. സോ ഐ ഹാവ് ടു മീറ്റ് ഡോക്ടർ അനന്തലക്ഷ്മി. ഓട് പിടിച്ചൊരു ഗൂഗിൾ എറിഞ്ഞ ചെറിയച്ച, അമ്മ എവിടെ? അത് പിന്നെ ഭാർഗു അവരോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനെ അവരോട് പറഞ്ഞാലും നിങ്ങളോട് പറഞ്ഞാലും ഒരുപോലെ. എന്താ സീത, ആരുഷുവർ? അല്ല, നിന്റെ കാഴ്ചയില് ഞാനും നിന്റെ അമ്മായി ഭാർഗവിയും ഒരേപോലെയാണോ? ആ ചെറിയച്ച, അതിലെന്താ ഇത്ര അത്ഭുതം കാണിക്കാൻ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുന്നത് നല്ലതാ. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. നിനക്ക് എന്താ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പറ, ഞാൻ പറയാം. കാര്യമായിട്ടൊന്നുമില്ല. സിഹി ബോർഡിംഗ് സ്കൂളിലേക്ക് പോവല്ലേ, അതിനൊക്കെ മുൻപ് അവൾക്ക് സത്യച്ചെറിയച്ചനോട് പോയി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യച്ചെറിയച്ചൻ ഇങ്ങോട്ട് വരുന്നതിന് മുത്തശ്ശന് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അത് മോളെ സീത, ഞാനതിനെ കുറിച്ച് എന്താ പറയുക, എങ്ങനെയാ പറയേണ്ടത്? ആക്ച്വലി സിഹിമോൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ അവനോട് വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞത്. നോക്ക്, ഞാനത് സിഹിമോളുടെ ആഗ്രഹത്തിന് മണ്ണിടുക എന്ന് വിചാരിക്കരുത്. സത്യ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ സന്തോഷം ഇല്ലാതാകുന്നാ പറയുന്നേ. അവര് പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഏയ് ഇല്ല മോളെ, സത്യ ആക്ച്വലി നല്ലവനാ, വളരെ നല്ലവനാ. പക്ഷേ ഈ കുടി വല്ലാതെ ശീലമായിട്ട് അവൻ്റെ മേലെ തന്നെ അവന് കൺട്രോൾ ഇല്ലാതായി. ആ അവസ്ഥയിൽ അവൻ വീട്ടിലേക്ക് വരുന്നത് നല്ലതല്ലെന്ന് തോന്നിയിട്ടാ. ഞാനും എൻ്റെ അനിയനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് സീത, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിലും ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല ചെറിയച്ച. സത്യം ചെറിയച്ചനെ ഞാൻ കൺവിൻസ് ചെയ്തോളാം. നീയോ? അല്ല രാമ, അത് നീയോ? ഇറ്റ്സ് ഫാമിലി. ഫസ്റ്റ് ഓഫ് ഓൾ സിഹിയെ ഞാൻ ദൂരെ ഒരു സ്കൂളിലേക്ക് വിടാൻ പോവാ. അവളൊരു ആഗ്രഹം പറയുമ്പോൾ നടത്തി കൊടുക്കണ്ടേ? എനിക്കൊന്നും അറിയില്ല. എന്തായാലും ഞാൻ തിരിച്ചു കൊണ്ടുവരും. സീത, ഷോപ്പിംഗ് ലേറ്റ് ആയി പോവാം. ബൈ ക്രിക്കറ്റ് അങ്കിൾ. ബൈ ലിറ്റിൽ ചാം. ബൈ ചെറിയച്ച, പോയിട്ട് ആ മോളെ, ബൈ ചെറിയച്ച. ബൈ. നടക്കും. അല്ല, ഇവനിത് പെർമിഷൻ ചോദിച്ചതാണോ ഓർഡർ ചെയ്തതാണോ രണ്ടും മനസ്സിലാവുന്നില്ലല്ലോ. പാല് കൊണ്ടാണെങ്കിലും ശരി, വെള്ളം കൊണ്ടാണെങ്കിലും ശരി, എല്ലാം നിന്റെ കയ്യിലാണ് ഭാർഗു. ലെഗ് സ്പിന്ന് നോക്കൂ. കണ്ടില്ലേ ഡീറ്റെയിൽസ്? നിങ്ങളുടെ ഫോണിലേക്ക് എല്ലാം ഡയറക്റ്റ് ആയിട്ട് അയച്ചത്. ഒക്കെ ശരിയല്ലേ? ലക്ഷ്മി മെറ്റർനിറ്റി സെന്റർ, ഡോക്ടർ അനന്തലക്ഷ്മി. ഒരുപാട് കഷ്ടപ്പെട്ട ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തത്. ഞങ്ങളുടെ ഷെയർ എന്തായാലും ഞങ്ങൾക്ക് കിട്ടണം കേട്ടോ. ഇപ്പൊ തന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? എന്ത്? അത് സീത ഇനി മുതൽ ആ വീട്ടിൽ അധികകാലം ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ? അത് എടി പൊട്ടി, അന്ന് ഇയാളെന്തോ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ഡയലോഗ് അടിച്ചതല്ലേ? അതൊക്കെ നടക്കുന്ന കാര്യമാണോ അല്ലേ ആർപി സാറേ? എന്നെ കുറിച്ച് എന്താ കരുതിയത്? കള്ളം പറയുവാണെന്നോ? ഞാൻ പറഞ്ഞത് സത്യമാ. അതെങ്ങനെ ശരിയാവും? പണം അവര് വെള്ളം പോലെ ഒഴുക്കി ആഘോഷപൂർവ്വം കല്യാണം നടത്തിയതാ. ഒരു മകളുണ്ടെന്ന് അറിഞ്ഞിട്ടും അവളെ വീട്ടിൽ കയറ്റിയില്ലേ? അതും അല്ലാതെ ആ രാം സീതയുടെ കാലൊന്ന് താഴെ വെക്കാൻ പോലും സമ്മതിക്കാറില്ല. അങ്ങനെയുള്ളപ്പോ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്താവുന്നത് എങ്ങനെയാ? പുറത്താവും, പുറത്തായിരിക്കും. എന്താണെന്ന് വെച്ചാ, ഇന്നല്ലെങ്കിൽ നാളെ അവൾ എൻ്റെ അടുത്ത് വരേണ്ടവളാ, എന്നെ കല്യാണം കഴിക്കേണ്ടവളാ. അതുകൊണ്ട് ആ രാമന്റെ വീട്ടില് അവൾ അധികകാലം ഉണ്ടാവില്ല. നമ്മുടെ രാമായണത്തില് സീതയെ രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയതാ.
അപ്പൊ രാമൻ ലങ്കയിലെത്തി രാവണന്റെ കഥ കഴിച്ചു. ഈ കഥ അറിയുന്ന ആരും നിങ്ങളുടെ ഈ കഥ വിശ്വസിക്കില്ല. രാവണൻ എന്നാ ജയിച്ചിരിക്കുന്നേ. ഓ, രാമായണം ഒന്നും വായിച്ചിട്ടില്ലേ? ഏയ്, ഞാൻ ആരാന്നറിഞ്ഞിട്ടാണോ ഈ സംസാരിക്കുന്നേ? എന്താ, എനിക്ക് രാമനെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നോ? ജയിച്ച് കാണിക്കാൻ ഞാൻ. നോക്കിയിരുന്നോ? ജയിക്കാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ അനന്തലക്ഷ്മി. സീതമ്മ, ഞാൻ ക്രയോൺസ് വാങ്ങട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ കയ്യിൽ എത്ര ക്രയോൺസ് ഉണ്ടെന്ന് പറഞ്ഞ് ചീത്ത പറയുന്നതാ. ഇന്നെല്ലാം നീ തന്നെ എടുത്തോന്നാ എന്നോട് പറഞ്ഞത്. അതുകൂടാതെ അച്ഛനും എനിക്ക് ഡ്രോയിങ് ബുക്കൊക്കെ വാങ്ങി തന്നല്ലോ. സീമോളെ, നിനക്ക് വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും കഴിക്കാം നമുക്ക്? ഇല്ല അച്ഛാ, ക്യൂട്ടേച്ചി എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വീട്ടിലെത്തിയിട്ട് അത് കഴിച്ചോളാം. ഓ, ഓക്കേ ബോസ്. വീട്ടിലെത്തിയിട്ട് നമുക്ക് കഴിക്കാം. ജീവിത കഥകൾ പറയും പാവേ, സത്യം മാത്രം ഒഴിയും പാവേ. കറങ്ങും പാവേ, തിരിയും പാവേ, വന്നോർക്കൊരു കഥ പറയൻ പാവേ, വന്നോർക്കൊരു കഥ പറയൻ പാവേ. ആരായത്? പാവേ അങ്കിൾ. സിഹി, എല്ലാം അറിയും സുന്ദര പാവേ, എല്ലാ ഭാവിയും അറിയും പാവേ. ഹായ് പാവേ അങ്കിൾ. ഹായ് കുഞ്ഞുമോളെ. ആരാ മോളെ നീ? സുഖാണോ? എന്നെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ മോളെ. ആരെന്ന് പറ മോളെ, ഞാൻ മറന്നുപോയെന്നേ. പക്ഷെ എനിക്ക് നിങ്ങളെ നല്ല ഓർമ്മയുണ്ട് അങ്കിൾ. വാ സീത, കം. അന്ന് നിങ്ങള് സീതാരാമ കല്യാണമൊക്കെ നടക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ? നിങ്ങളുടെ പാവ പറഞ്ഞത് സത്യായി. ദേ നോക്ക്, സീതാരാമ കല്യാണവും കഴിഞ്ഞു. സീതാരാമ, ഓ സീതാരാമ.